ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് ഒരെണ്ണയാണ് കേട്ടോ കാണിച്ചു തരുന്നുള്ളൂ. കാരണം എനിക്കിത് എടുക്കുക പിന്നെയും വേറെ കളർ ഇടുക അങ്ങനെ എനിക്ക് കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു ഷെയ്ഡ് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അധികം കളക്ഷൻസ് ഒന്നുമില്ല. കാരണം ഞാൻ അത്ര തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സിൽ എനിക്ക് അത്ര ഐഡിയ ഉള്ള ആളല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഷെയ്ഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോഴും ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് വെച്ചിട്ട് ഇപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. എനിക്കൊരു വൈൻ ഷെയ്ഡ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വിത്ത് ടൈം ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങി ട്രൈ ചെയ്യും. ഇത് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ. ലിപ്സ്റ്റിക്സ് ഒക്കെ ഒരു പ്രാവശ്യം വാങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങിയതാണ്. അത് നമുക്ക് സൂട്ടായാലും ശരി സൂട്ടായിട്ടില്ലെങ്കിലും ശരി നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല, റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ അത്രയും നോക്കിയിട്ടും സെലക്റ്റീവായിട്ടും ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടൊക്കെയാണ് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇത് ട്രൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് മാർസിൻ്റെ ഡ്രിപ്പ് ലിപ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് അറിയില്ല ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ വാങ്ങിയതാണ്. ഇത് പ്ലം ഡ്രിപ്പ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡ്. അവിടെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. കാരണം ഇങ്ങനെയൊക്കെ പിടിച്ചൊക്കെ കാണിക്കില്ലോ, അതൊന്നും എനിക്ക് അത്ര ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് ഇട്ട് കാണിച്ചു തരാം. ഞാൻ വിത്ത് ഒരു എന്താ അതിന് പറയുക ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ക്യാമറ നോക്കിയിട്ട് ഇട്ടിട്ടുള്ള അത്ര ശീലമില്ലാത്ത കാരണം ഞാനൊന്ന് കണ്ണാടി പോയിട്ടൊന്ന് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറച്ച് ഷേക്ക് ചെയ്തിട്ട് ഇടണം എന്നുള്ളത്. റേസിനൊന്നും ചോദിക്കരുത്, എനിക്ക് അത്ര ഐഡിയ ഇല്ല. എൻ്റെ പിന്നെ ഡസ്കി സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് സൂട്ട് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയും. കാരണം ഞാനിത് ഫുള്ള് എക്സ്പെരിമെൻ്റ് ആണ്. കുറേ പുറത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് കണ്ണാടി പോയിട്ട് തന്നെ ശരിയാക്കി. ഇതാണ് ഷെയ്ഡ് വരുന്നത്. കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നത് അത്ര വൃത്തികേടൊന്നും ആയിട്ടില്ല എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോണിന് വെച്ചിട്ട്. പക്ഷെ കുറച്ച് ബോൾഡായിട്ട് ന്യൂഡിനെക്കാട്ടിലും കുറച്ച് എബവ് കളറാണ്. കുറച്ച് എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് കേട്ടോ. ഓക്കെയാണ് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെയാണ്. അത്ര വൃത്തികേടായിട്ടും തോന്നില്ല ഡസ്കി സ്കിന്നുകാർക്ക് ഈ ഷെയ്ഡ്. പക്ഷേ ഞാൻ എപ്പോഴും ന്യൂഡാണ് പ്രിഫർ ചെയ്യാറ്. ഞാനിങ്ങനെ ബോൾഡായിട്ടുള്ള ഷെയ്ഡ്സ് അത്ര ഇടാറില്ല. എൻ്റെ അടുത്ത് ഉണ്ട് ബോൾഡായിട്ടുള്ള ഇത് ഒരെണ്ണം, ഇപ്പോൾ ഇട്ടത് ഒരെണ്ണം. പിന്നെ ഒരു മറൂൺ ബ്രൗൺ അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ട് ലാക്മേയുടെ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഡിമോട്ടിവേറ്റ് ചെയ്യരുത് കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും ഓക്കെയാണ്. കാരണം ഞാൻ ട്രൈ ചെയ്യുകയാണ്. ഇഷ്ടമായി നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ കമൻസിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് വാങ്ങിയത് ആമസോണിലാണ്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ്. ഓക്കെ, ബൈ.